ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. 2025 ഹാഫ് ഇയർലി എക്സാം 5ാം ക്ലാസ്സിനാൽ ഫിഖ്ഹുൽ ഇസ്ലാം നടന്നതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് വന്നത്. നമുക്കൊരു റിവിഷൻ ക്ലാസ് ആയിട്ട് ഇത് ഉപകാരപ്പെടുത്താം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ എക്സാം കഴിഞ്ഞാൽ പിന്നെ പൊതുപരീക്ഷയാണ്. ഞാനിപ്പോൾ ചെയ്ത എല്ലാ വീഡിയോസിലും ഇക്കാര്യം പറയുന്നുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾ ഇനിയുള്ള ക്ലാസ്സുകൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമുക്ക് പൊതുപരീക്ഷ വരുന്നത് ജനുവരി 16, 17 തീയതികളാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാം. ഇനി നബിദിന പരിപാടിയൊക്കെ ആയിട്ട് എല്ലാവരും പാഠഭാഗം ശ്രദ്ധിക്കാതെ പോകരുത്. അതും വേണം, അതിൻ്റെ കൂടെ ഇതും നന്നായി ശ്രദ്ധിക്കണം. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശരി ഉത്തരം അടയാളപ്പെടുത്താനാണ്. എന്ത് ചെയ്യുന്നു? ചെറിയ അശുദ്ധി ഉള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ. ചെറിയ അശുദ്ധി പറഞ്ഞാൽ ഉളുവാണ്. ഉളു ഇല്ലാതെ ഇതിൽ ചെയ്യാൻ പറ്റാത്ത കാര്യം ഏതാണ്? ഖുർആൻ ഓതാനും നോമ്പ് വെക്കാനൊക്കെ ഉളു ഇല്ലാതെ ചെയ്യുക. തവാഫാണ്. തവാഫ് അത് ഉളു ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അടുത്തത് ശേഷം ഉളു സുന്നത്തുള്ളൊരു കാര്യം. എന്ത് ചെയ്താലാണ് ഇവിടെ ശേഷം ഉളു ചെയ്യേണ്ടത് എന്ന്? കോപമുണ്ടായാലാണ്. കോപം ഉണ്ടായാൽ ഉടനെ ഉളു ചെയ്യൽ സുന്നത്താണ്. ഇനി അതാൻ വിളിക്കാനും ദിക്ർ ചൊല്ലാനൊക്കെ മുമ്പാണ് ഉളു സുന്നത്തുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കണം. ഇനി പുരുഷൻ തലമറക്കാതെ നിസ്കരിക്കൽ, അതിൻ്റെ വിധി എന്താണ്? കറാഹത്താണ്. പുരുഷൻ തലമറക്കാതെ നിസ്കരിക്കൽ കറാഹത്താണ്. എന്താണ് കറാഹത്ത്? ചെയ്താൽ ശിക്ഷയില്ലെങ്കിലും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതാണ്. അതാണ് കറാഹത്ത്. അതുപോലെ ഹലാലും ഹറാമോ സുന്നത്തും വാജിബൊക്കെ മനസ്സിലാക്കണം. ഇനിയാ ഹയല് രക്തത്തിൻ്റെ കൂടിയ പരിധി. ഹയല് രക്തം കൂടിയത് 15 ദിവസമാണ്. നിഫാസിലെ സാധാരണ 40 ദിവസവും കൂടിയത് 60 ദിവസവും. ഹയല് സാധാരണയിൽ 6-7 ദിവസവും കൂടിയത് 15 ദിവസവും. കുറഞ്ഞത് 1 ദിവസമാണ്. അതും മനസ്സിലാക്കണം. നിഫാസ് കുറഞ്ഞത് 1 നിമിഷം. ഇനി ഞങ്ങൾക്ക് നൽകണമേ എന്നർത്ഥം. ഞങ്ങൾക്ക് നൽകണമേ എന്നത് ഹബുലന എന്നാണ്. ഹബുലന ഞങ്ങൾക്ക് നൽകണമേ എന്നാണ് അർത്ഥം. അറബി ഭാഷയിലാവൽ ഖുത്തുബയുടെ എന്താണ്? അറബി ഭാഷയിലാവൽ ഖുത്തുബയുടെ ഷർത്താണ്. ഖുത്തുബയുടെ ഷർത്താണ് അറബി ഭാഷയിലാവൽ. അടുത്തതിന് ചേരുംപടി ചേർക്കാനാണ്. എന്താണ്? നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കൽ. നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കൽ ഖുത്തുബയുടെ ഷർത്താണ്. ഖുത്തുബയുടെ ഷർത്താണ്. അപ്പോൾ അത് ബി എഴുതാം. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തു ചൊല്ലൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തു ചൊല്ലൽ ഖുത്തുബയുടെ റുക്കിനാണ്. ഖുത്തുബയുടെ റുക്കിന്. അപ്പോൾ അതിൻ്റെ ഡി എഴുതാം. ഇനിയോ ഇമാമിൻ്റെ ചലനങ്ങൾ അറിയൽ. ഇമാമിൻ്റെ ചലനങ്ങൾ അറിയൽ ജമാഅത്തിൻ്റെ ഷർത്താണ്. ജമാഅത്തിൻ്റെ ഷർത്താണ് ഇമാമിൻ്റെ ചലനങ്ങൾ അറിയൽ. അടുത്തതാ ക്രമപ്രകാരം ചെയ്യുക. അത് തയമ്മുമിൻ്റെ ഫർളാണ്. ക്രമപ്രകാരം ചെയ്യൽ ഫർള്. അപ്പം അതിൻ്റെ എഴുതാം. ഇനി വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കലോ? അത് തയമ്മുമിൻ്റെ ഷർത്താണ്. വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരുന്നാലാണ് തയമ്മും ചെയ്യാതെ തയമ്മുമിൻ്റെ ഷർത്താണ്. അപ്പോൾ ഇവിടെ തയമ്മുമിൻ്റെ ഫർള് നന്നായി മനസ്സിലാക്കിയാൽ ഇതുപോലെ വന്നാൽ എഴുതാം. ഖുതുബയുടെ ഷർത്ത്, തയമ്മുമിൻ്റെ ഷർത്ത്, ഖുതുബയുടെ റുക്കിന്, ജമാഅത്തിൻ്റെ ഷർത്ത്, ഇതെല്ലാം നന്നായി മനസ്സിലാക്കണം. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ഡേഷ് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. നിസ്കാര ശേഷമുള്ള ദുആ അതിൽ നിന്നാണ് വന്നത്. എന്താണ്? അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീന റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. അടുത്തതാ ഇന്നഹു ലാ യഹ്ദി, അതിൽ തന്നെയാണ് വന്നത്. ഇന്നഹു ലാ യഹ്ദി ലിസാലിഹഹാ വലാ യസ്രിഫ് സയ്യഹാ ഇല്ലാ അൻത. അതും തന്നെയാണ് വന്നത്, മനസ്സിലാക്കണം. ഇനി ചെറു മത്സ്യങ്ങളുടെ വയറ്റിലുള്ള മാലിന്യങ്ങൾ ഭക്ഷണത്തിൽ ഇളവുണ്ട്. ഭക്ഷണത്തിൽ ഇളവുള്ളത് ചെറു മത്സ്യങ്ങളുടെ വയറ്റിലുള്ള മാലിന്യം, എത്ര കഴുകിയിട്ടും അവശേഷിക്കുന്ന മാംസത്തിലെ രക്തം, ഇതൊക്കെ ഭക്ഷണത്തിൽ ഇളവുള്ളതാണ്. ഇനി ഡാഷ് കിലോമീറ്റർ ദൂരമുള്ള ഹലാലായ യാത്രയിൽ കസ്റാക്കി നിസ്കരിക്കാം. എത്രയാണ്? 132 കിലോമീറ്റർ ദൂരമുള്ള ഹലാലായ യാത്രയിൽ മാത്രമേ ജംഉം കസ്റും പാടുള്ളൂ അല്ലേ? എഴുതാം. ഇനിയാ 2 ഹയലിൻ്റെ ഇടയിലുള്ള കുറഞ്ഞ ശുദ്ധികാലം 15 ദിവസമാണ്. 15 ദിവസം കുറഞ്ഞ ശുദ്ധികാലം 15 ദിവസം. ചെയ്താൽ കൂലിയും ഉപേക്ഷിച്ചാൽ ഡേഷാണ് വാജിബ്. എന്താണ്? ചെയ്താൽ കൂലി ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതുമാണ് വാജിബ്. ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. മുബാഹിന് പറയുന്ന മറ്റൊരു പേര്, മുബാഹിന് ഹലാല് എന്നും പേരുണ്ട്. ഹലാല്, മുബാഹിന് ഹലാല്, വാജിബിന് ഫർള്, മന്ദൂബിന് സുന്നത്ത്.
സുന്നത്തിൻ്റെ മറ്റൊരു പേരാണ് മന്ദൂബ്, മുബാഹിന് ഹലാല് എന്നും. അപ്പോൾ അത് ഇതുപോലെ മാറി വന്ന ചോദ്യം മനസ്സിലാക്കണം. പുരുഷന്മാർ മുട്ട് മറയാത്ത ട്രൗസർ ഇട്ട് നടക്കുന്നതിൻ്റെ വിധി എന്താണ്? ഹറാമാണ്. പുരുഷൻ മുട്ടുമറയാത്ത ട്രൗസർ ഇട്ട് നടക്കൽ ഹറാമാണ്. ഇതുപോലെ സ്വാദുള്ള ഭക്ഷണം കഴിക്കുന്നതിൻ്റെ വിധി എന്താണ്? ഹലാലാണ്, മുബാഹാണ് കേട്ടോ. ഇനിയോ ജനാപത്തുള്ളവർക്ക് ഹറാമാകുന്ന ഒരു കാര്യം, ജനാപത്തുള്ളവർക്ക് ഹറാമാകുന്ന കാര്യങ്ങൾ നമുക്ക് കുറേ പറഞ്ഞിട്ടുണ്ട്. നിസ്കാരം, തവാഫ്, സുജൂദ്, അങ്ങനെ പറഞ്ഞത് നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. നിസ്കാരം, തവാഫ് ഒക്കെ എഴുതാട്ടാ. ലോലീൻ എന്നതിൻ്റെ അർത്ഥം എന്താണ്? വഴി പിഴച്ചവർ എന്നാണ് ലോലീൻ. ഫാത്തിഹയുടെ അർത്ഥം പഠിക്കുന്നുണ്ട്. പിന്നെ അള്ളാഹു താലയുമായി നടത്തുന്ന മുനാജാത്ത്, അതാണ് നിസ്കാരം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു താല എന്ത് പറയും? എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് പറയും. അർ-റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ എൻ്റെ അടിമ എന്നെ പ്രകീർത്തിച്ചിരിക്കുന്നു എന്ന് പറയും. പിന്നെ മാലിക് യൗമിദ്ദീൻ, എൻ്റെ അടിമ എന്നെ മഹത്വൽക്കരിച്ചിരിക്കുന്നു എന്ന് പറയും. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇത് എൻ്റെ അടിമക്കുള്ളതാണ്. അങ്ങനെ മനസ്സിലാക്കി പഠിക്കണം കേട്ടാ. പിന്നെ ഇതേപോലെ ഫാത്തിഹ എന്ന് വരും. സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ മുസ്തഖീം, നേർമാർഗം. നേർമാർഗം എന്താണ്? ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. അനാംത അലൈഹിം, നീ അനുഗ്രഹിച്ചവർ. അനാംത അലൈഹിം, നീ അനുഗ്രഹിച്ചവർ എന്നാണ്. യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാള്. അപ്പോൾ നമ്മൾ ആ പാഠത്തിൻ്റെ നെസ്സിൽ യോജിച്ചത് ചേർത്തതുണ്ട്. അത് നന്നായി മനസ്സിലാക്കി പഠിക്കണം. ഇതേപോലെ വന്ന് നമുക്ക് എഴുതാൻ കഴിയണം കേട്ടോ. ആമീൻ എന്നാൽ എന്താണ്? ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ എന്നാണ്. ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ എന്നാണ് മനസ്സിലാക്കണം. ഇനി തയമ്മും ചെയ്യുന്നവൻ എത്ര തവണ മണ്ണടിച്ചെടുക്കണം? 2 തവണ. 2 തവണ മണ്ണടിച്ചെടുക്കണം. ആദ്യം മുഖം തടവാനും പിന്നീട് 2 കൈയും തടവാനാണ് കേട്ടോ. ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ അശുദ്ധിയുള്ളവർക്ക് പാടില്ലാത്തത് ഏത്? ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ തവാഫ് ഒഴികെ ബാക്കിയെല്ലാം ചെയ്യാം. അപ്പോൾ അശുദ്ധിയുള്ളവർക്ക് തവാഫ് പാടില്ല. ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവർ എങ്ങനെ കിബിലക്ക് മുന്നിടണം? എന്താണ്? മുഖവും ശരീരത്തിൻ്റെ മുൻഭാഗവും കൊണ്ടാണ്. ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവർ മുഖവും ശരീരത്തിൻ്റെ മുൻഭാഗവും കിബിലക്ക് മുന്നിടണം. നിർബന്ധമായ കുളിയുടെ നിയ്യത്ത് എഴുതുക. എന്താണ് നിർബന്ധമായ കുളിയുടെ നിയ്യത്ത്? വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു, ഇതാണ് നിർബന്ധമായ കുളിയുടെ നിയ്യത്ത്. ശർഈയായ കുളി എന്താണ്? വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു എന്ന നിയ്യത്തോടെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും വെള്ളം ഒഴുക്കലാണ് ശർഈയായ കുളി. ഉളൂഹിൻ്റെ അവയവങ്ങളിൽ മുറിവുള്ളവൻ എപ്പോഴാണ് തയമ്മും ചെയ്യേണ്ടത്? ഉളൂഹിൻ്റെ അവയവങ്ങളിൽ മുറിവുള്ള അവയവം കഴുകുന്ന സമയത്താണ്. മുറിവുള്ള അവയവം കഴുകുന്ന സമയത്താണ് തയമ്മും ചെയ്യേണ്ടത്. ഒരു തയമ്മും കൊണ്ട് ഒരു ഫർള് നിസ്കാരം മാത്രമേ നിസ്കരിക്കാൻ പാടൂ. സുന്നത്തുകൾ എത്രയും നിസ്കരിക്കാം. സ്വലാത്തുൽ ജനാസ, അതായത് മയ്യിത്ത് നിസ്കാരം എത്രയും നിസ്കരിക്കാം. ഫർള് നിസ്കാരം 1 മാത്രമേ പാടുള്ളൂ. അതിന് കൂടെ മനസ്സിലാക്കാം. ഇനി ദുആ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളിൽ 2 എഴുതുക. ദുആ സ്വീകരിക്കപ്പെടുന്ന ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും അർദ്ധരാത്രിയുമുള്ള ദുആ ആണ് ദുആ സ്വീകരിക്കപ്പെടുന്ന സമയം. മറ്റു സമയങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മഴ പെയ്യുമ്പോൾ, റമദാൻ മാസം, വെള്ളിയാഴ്ച ദിവസം, അങ്ങനെയൊക്കെ പഠിച്ചതും മനസ്സിലാക്കണം. ഇനിയോ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ആശയം എഴുതുക. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? നീ ഞങ്ങളെ നേർവഴിയിൽ നടത്തേണമേ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നീ ഞങ്ങളെ നേർവഴിയിൽ നടത്തേണമേ. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ മഅ്മൂം എന്താണ് നിയ്യത്ത് ചെയ്യേണ്ടത്? എന്താണ്? ഇമാമിനോടൊപ്പം തുടരുന്നു എന്ന് മഅ്മൂം നിയ്യത്തിൽ കരുതണം. ഇമാമിനോടൊപ്പം തുടരുന്നു എന്ന് മഅ്മൂം നിയ്യത്തിൽ കരുതൽ നിർബന്ധമാണ്. ശേഷം കുളി സുന്നത്തുള്ള കാര്യങ്ങളിൽ നിന്ന് 2 എഴുതും. ശേഷം കുളി സുന്നത്തുള്ളത് ഏതൊക്കെയാണ്? മയ്യിത്ത് കുളിപ്പിക്കുക, മീശ വെട്ടുക, ശരീരത്തിന് ദുർഗന്ധമുണ്ടാവുക, കാഫിർ മുസ്ലിം ആവുക, അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് 2 എഴുതി കൊടുക്കാം. ശുദ്ധീകരണം 2 വിധമാണ്. ശുദ്ധീകരണം 2 വിധം, ഫർളും സുന്നത്തും. സുന്നത്തായ ശുദ്ധീകരണം 4 വിധം. ചില കാര്യങ്ങൾക്ക് മുമ്പും ചില കാര്യങ്ങൾക്ക് ശേഷവും ഉളൂ, ചില കാര്യങ്ങൾക്ക് മുമ്പും ചില കാര്യങ്ങൾക്ക് ശേഷവും കുളി സുന്നത്ത്. ഇങ്ങനെയാണ് സുന്നത്തായ ശുദ്ധീകരണം 4 വിധമുള്ളത്. എന്തിനാണ് ശുദ്ധീകരണം? അത് മാലിന്യം ഇല്ലാതാക്കുകയും ദുർഗന്ധം ഒഴിവാക്കുകയും ഉന്മേഷം ഉണ്ടാക്കും, അലസതയകറ്റും.
അതൊക്കെ ആ പാഠത്തുനിന്ന് മനസ്സിലാക്കി പഠിക്കേണ്ട പോയിന്റാണ് പറയുന്നത്. അപ്പം അതും പഠിക്കാം. ഇനി വെള്ളത്തിൽ മാത്രം ഇളവുള്ള നജസ് ഏതെല്ലാം? വെള്ളത്തിൽ മാത്രം ഇളവുള്ള നജസുകൾ ഏതാണ്? മത്സ്യം, മട്ട പോലുള്ള ജലജീവികളുടെ കാഷ്ടം, ഒലിക്കുന്ന രക്തമില്ലാത്ത മൂട്ട, കൊതുക് എന്നിവയുടെ ശവം, ഇതാണ് വെള്ളത്തിൽ ഇളവുള്ളത്. അതുപോലെ ഭക്ഷണത്തിൽ ഇളവുള്ളത്, അതുപോലെ നിസ്കാരത്തിൽ ഇളവുള്ളത്, ഒലിക്കുന്ന രക്തമില്ലാത്ത മൂട്ട, കൊതുക് തുടങ്ങിയവയുടെ രക്തം, ഊന് പൊട്ടി വരുന്ന രക്തം, ഈച്ച, പാറ്റ, കടന്നൽ ഇവയുടെ കാഷ്ടം, ഇതൊക്കെ നിസ്കാരത്തിൽ ഇളവുള്ളതാണ്. സ്വന്തം പ്രയത്നം കൊണ്ട് ചോരക്കുരു പോലുള്ളത് പൊട്ടിയാൽ അതിൽ കുറഞ്ഞതിന് മാത്രമേ ഇളവുള്ളൂ, കൂടുതൽ ഉണ്ടെങ്കിൽ അവിടെ അഫു ഇല്ല. പിന്നെ എല്ലായ്പ്പോഴും ഇളവുള്ളത് ഈച്ചയുടെ കാലിലെ നജസ്, മറ്റു നജസുകൾ, കാണാൻ കഴിയാത്ത വിധമുള്ള സൂക്ഷ്മമായ കണിക, ഇതൊക്കെ എല്ലായ്പ്പോഴും ഇളവുള്ളതാണ്. അടുത്തത് രണ്ടിലേതെങ്കിലും വിഷയത്തെക്കുറിച്ച് കുറിപ്പ് എഴുതാനേ അഹ്കാമു ഷർഇയ്യ, ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ച ഷർഇയായ വിധികൾ 5 എണ്ണം, അത് ഓരോന്നിൻ്റെ നിർവചനങ്ങളും എഴുതുക. എന്താണ് വാജിബ്, എന്താണ് ഹറാമ്, എന്താണ് കറാത്ത്, ഒക്കെ ഒന്നാമത്തെ പാഠം നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിച്ചെഴുതട്ടോ. ഇനിയോ വെള്ളിയാഴ്ചയുടെ മഹത്വം. വെള്ളിയാഴ്ച ദിവസങ്ങളുടെ നേതാവാണ്. വെള്ളിയാഴ്ച ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്. ആദം നബിയെ സൃഷ്ടിച്ചതും ആദം നബിയുടെ വഫാത്തും വെള്ളിയാഴ്ചയാണ്. ഖിയാമത്ത് നാൾ വെള്ളിയാഴ്ചയാണ് സംഭവിക്കുക. നിങ്ങൾ വെള്ളിയാഴ്ച എനിക്ക് സ്വലാത്ത് വർദ്ധിപ്പിക്കണം, നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് കാണിക്കപ്പെടുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫും ധാരാളമായി സ്വലാത്തും ചൊല്ലുക, ഇതൊക്കെ വെള്ളിയാഴ്ചയുടെ ആ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് എഴുതാം. ഇനി ഖുത്തുബയുടെ ഭാഷ, അതായത് ഖുത്തുബ അറബി ഭാഷയിലാവല്, അതിനെക്കുറിച്ചിട്ടാണ് എഴുതേണ്ടത്. എന്താണ്? ഖുത്തുബയുടെ ഭാഷ അറബിയാണ്. അറബി അല്ലാത്ത ഭാഷയിൽ ഖുത്തുബ നിർവഹിക്കാൻ പാടില്ല. ജുമ നിസ്കാരത്തിന് മുമ്പ് അറബിയിൽ 2 ഖുത്തുബ നിർവഹിക്കൽ ജുമയുടെ ഷർത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും മുൻകഴിഞ്ഞ മഹാന്മാരും എല്ലാം അറബിയിൽ മാത്രമേ ഖുത്തുബ നിർവഹിച്ചിട്ടുള്ളൂ. ജുമുഅ നിസ്കാരത്തിന് മുമ്പ് അറബിയിൽ 2 ഖുത്തുബ നിർവഹിക്കൽ ജുമയുടെ ഷർത്താണ്. നിസ്കാരം പോലെ ഒരു ഇബാദത്താണ് ഖുത്തുബ. അതിന് ഷർത്തുകളും റുക്കുനുകളും ഉണ്ട് എന്നൊക്കെ ചേർത്തിട്ട് നമുക്ക് അത് മുഴുവൻ എഴുതാം. പിന്നെ ദിമാഉ ത്വബഇയ്യ, സ്ത്രീ രക്തങ്ങൾ എന്തൊക്കെയാണ്? സ്ത്രീയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തങ്ങൾ 3 ഇനമാണ്. ഹൈള്, നിഫാസ്, ഇസ്തിഹാല. പ്രത്യേക സമയത്ത് ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് ഹൈള്. പ്രസവിച്ച ശേഷം പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. ഇസ്തിഹാല അതൊരു രോഗരക്തമാണ്. ആ സമയത്ത് നിസ്കാരവും നോമ്പും ഒഴിവാക്കാൻ പാടില്ല. എന്നാൽ ഹൈള്, നിഫാസ് ഉള്ള സമയത്ത് നിസ്കാരവും നോമ്പും ഒഴിവാക്കണം. നിസ്കാരം പിന്നീട് ഖളാ വീട്ടേണ്ടതില്ല, നോമ്പ് പിന്നീട് ഖളാ വീട്ടണം. അതൊക്കെ ചേർത്തിട്ട് അതിനെക്കുറിച്ച് നമുക്ക് അവിടെ എഴുതിയേക്കാം. ഹൈളിൽ നിന്ന് കുറഞ്ഞതും നിഫാസിൽ നിന്ന് കൂടിയതും എല്ലാം, അതെല്ലാം ചേർത്ത് നമുക്ക് ഇവിടെ മുഴുവനാക്കി കംപ്ലീറ്റ് ആക്കി എഴുതി കൊടുക്കാൻ കഴിയണം. അങ്ങനെ ഓരോ പാഠത്തു നിന്നും എന്താണ് വരിക നമുക്ക് പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ല. തയമ്മുമിനെ കുറിച്ച് എഴുതാൻ വരും, പിന്നെ മുന്നത്തായ ശുദ്ധീകരണത്തെക്കുറിച്ച് അത് എഴുതാൻ വരും, പിന്നെ ഇളവുള്ള നജസുകൾ എഴുതാൻ വരും. അപ്പം അത് വെള്ളത്തിലും നിസ്കാരത്തിലും എല്ലായ്പ്പോഴും ഉള്ളതും ഭക്ഷണത്തിലുള്ളതൊക്കെ ചേർത്ത് എഴുതാൻ കഴിയണം. അങ്ങനെ ഓരോ പാഠത്തെക്കുറിച്ചിട്ടും മനസ്സിലാക്കി നമുക്ക് ഇതേപോലെ എഴുതാൻ കഴിയണം. ജംഉം കസ്റും എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാനുണ്ട്. എന്താണ് കസ്റ്, എന്താണ് മുന്തിച്ച് ജമാക്കുന്നവൻ എന്താണ് നിയ്യത്ത് ചെയ്യേണ്ടത്, എപ്പോഴാണ് നിയ്യത്ത് ചെയ്യേണ്ടത്, പിന്തിച്ച് ജമാക്കുന്നവൻ ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെ സമയത്ത് എന്ത് കരുതണം, ഹലാല യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിൽ കിബിലക്ക് മുന്നിൽ നിർബന്ധമില്ല, അതൊക്കെ മനസ്സിലാക്കി വിശദമായിട്ട് എഴുതണം. ജമാഅത്തിൻ്റെ ഷർത്തുകളിൽ നിന്ന് 2 എണ്ണം എഴുതാന്ന് പറഞ്ഞാൽ ഇമാമിനോട് തുടരുന്നു എന്ന് മഅ്മൂമ് നിയ്യത്ത് ചെയ്യണം. കാൽമുട്ടിൻ്റെ മടമ്പ് കൊണ്ട് ഇമാമിൻ്റെ മുമ്പിലാവാതിരിക്കണം. ഇമാമിൻ്റെ ചലനങ്ങൾ അറിയണം. കിബിലക്ക് പിന്നിടാതെ ഇമാമിൻ്റെ അടുത്തെത്താൻ കഴിയണം. ഒക്കെ അവിടെ മനസ്സിലാക്കണം. പിന്നെ അബ്ദുല്ലാഹിബിൻ സുബൈർ നിസ്കാരത്തിൽ വളരെ ഖുശൂഉള്ള വ്യക്തിയായിരുന്നു. അല്ലാഹു തആലയോടുള്ള അഭിമുഖ സംഭാഷണമാണ് നിസ്കാരം. നിസ്കാരത്തിലെ ഓരോ കാര്യങ്ങളും ഭക്തിയോടെയും പൂർണ്ണ മനസ്സാന്നിധ്യത്തോടെയും ചെയ്യണം. നിസ്കാരത്തിൽ ഭക്തിയുള്ള സത്യവിശ്വാസികൾ തീർച്ചയായും വിജയിച്ചിരിക്കും. അപ്പം ഇങ്ങനെ ഓരോ പാഠത്തുനിന്ന് ഓരോ നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഓരോ പോയിന്റുകളുണ്ട്. അതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി എല്ലാവരും പഠിക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.